ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്. വളരെ സെറ്റായിട്ട് നമുക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് സാർ എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ, നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്ന മക്കൾ ഏറ്റവും ലളിതമായിട്ട് ഈ രണ്ട് സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു മേരി മാ, അല്ലേ? അടിപൊളിയായിട്ടുള്ള പ്രസൂൺ ജോഷി എഴുതിയ താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഫിൽമി ഗീതായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സാർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആ ചോദ്യം? മാല്ലേ ആപ്കെ സ്കൂൾ മേ താരേ ജമീൻ പർ സിനിമ കാ പ്രദർശൻ ഹോനാ വാലാ ഹെ. നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്? താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പല സിനിമകളും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ എന്താണ്, നമുക്ക് ഏറ്റവും നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ട് നമ്മൾ കണ്ട ഒരു സിനിമയായിരിക്കും ഒരു പക്ഷേ താരേ ജമീൻ പർ എന്ന് പറയുന്ന ഇശാൻ അവസ്ഥയുടെ ആ ഒരു ദുഃഖകരമായ അവസ്ഥ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന ചോദ്യം എന്താ നോക്കിക്കോ. ഇസ്കി സൂചന ദേനെ കെലിയെ, ഇതിൻ്റെ സൂചന നൽകിക്കൊണ്ടുള്ള പോസ്റ്റർ തയ്യാറാക്കരെ. ഒരു പോസ്റ്റർ തയ്യാറാക്കുക, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സാറിന് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരക്കുന്നു, കണ്ടോ? എന്നിട്ട് അതിന് നമുക്ക് എന്താണോ പോസ്റ്ററിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്, ആ ടോപ്പിക്കാണ് മുകളിൽ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് നടത്തേണ്ടത് ഫിൽമോത്സവമാണ്. നേരെ അതേപോലെ എഴുതുന്നു, ഫിൽമോത്സവ് 2025. വേണമെങ്കിൽ 26 എഴുതാം, അത് നിങ്ങൾക്ക് ഏത് എഴുതാം. ഫിൽമോത്സവം മാത്രം എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്താണ് നടത്തേണ്ടത്? സിനിമാ പ്രദർശനാണ്. അപ്പോൾ ആ സിനിമാ പ്രദർശനാണ് എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ഇനി ഏതാണ് ആ സിനിമ? താരേ ജമീൻ പർ, അല്ലേ? താരേ ജമീൻ പർ എന്ന് പറയുന്നതാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ആ ടോപ്പിക്ക്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എഴുതി. ഇനി ഇതല്ല വേറെ വിഷയമാണെങ്കിൽ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ കൊടുക്കേണ്ടത്, ഒരു പോസ്റ്റർ നമ്മൾ ഔട്ട് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരണം. അതിനാണല്ലോ നമ്മൾ പോസ്റ്റർ കൊടുക്കുന്നത്. ആരും വരാതെ നമ്മൾ പരിപാടിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഇത് കാണുന്ന ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഡേറ്റ്, ടൈം, സ്ഥലം മെൻഷൻ ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത് കൊടുക്കേണ്ട പരിപാടി. അപ്പോൾ നമ്മൾ 16 ഡിസംബർ 2025, അത് ഏത് ദിവസമാണെങ്കിലും നമുക്ക് കൊടുക്കാം. സബേരെ 10 ബജെ, സമയം വേണം. അതേപോലെ എവിടെയാണ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ GSS സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. സഭാഗ്രഹം എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് അടുത്തത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ കൊടുത്തു. പിന്നെ ഒരു പോസ്റ്ററുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇശാനാവസ്ഥയുടെ സിനിമ ആയതുകൊണ്ട് ആ സിനിമയുടെ പോസ്റ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് ഈ സിനിമയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ പല ഭാഷയിലൊക്കെ ആയിട്ട്, ഇംഗ്ലീഷിലൊക്കെ വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ആർച്ച് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി. അത് ചെയ്തിട്ടില്ല വെച്ചാൽ മാർക്ക് കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയുന്ന ഒരു സംഭവമാണ് സബ്കാ സ്വാഗത്, അതായത് ഓൾ ആർ വെൽക്കം. എന്നിട്ട് അവസാനം ഒരു ഫിൽമി ക്ലബ്ബ് കൊടുക്കുക. അത് ഹിന്ദി ക്ലബ്ബ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കുക. ഇത്ര മാത്രം എൻ്റെ പൊന്നു മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്ററിൻ്റെ താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എഴുതിയാൽ ഇതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 4 മാർക്കാണ് മക്കളെ കിട്ടുക, മിസ് ചെയ്യരുത്. ഇനി ഈ ഒരു പോസ്റ്റർ അല്ല നാളത്തെ പരീക്ഷയിൽ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോസ്റ്റർ ഇതാണ്. ഫിൽമി ലേഗ്, നമ്മുടെ ബൈസിക്കിൾ തീവ്സ് ഉണ്ടായിരുന്നു, വരുൺ ഗ്രോവറിൻ്റെ മനോഹരമായിട്ടുള്ള ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഫിൽമി ലേഗ്. അപ്പോൾ അതിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു പോസ്റ്റർ ഇതായിരിക്കും. ആപ്കെ സ്കൂൾ കെ ഫിലിമോത്സവ് മേ ബൈസിക്കിൾ തീവ് സിനിമ കാ പ്രദർശൻ ഹോനെ വാലാ ഹെ, ഇസ്കെ ലിയെ ഏക് പോസ്റ്റർ തയ്യാറാക്കാൻ. നേരെ നമ്മൾ നേരത്തെ താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഇവിടെ എന്താണ്, ബൈസിക്കിൾ തീവ്സ് എന്നുള്ള സിനിമ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കള്ളി വരക്കുന്നു മനോഹരമായിട്ടുള്ള. എന്ന് നമ്മൾ ഫിലിമോത്സവ് എന്ന് എഴുതുന്നു. എന്നിട്ട് സിനിമ പ്രദർശൻ എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ബൈസിക്കിൾ തീവ്സ് ആണ്. ഏതാണ് ആ സിനിമ? നമ്മൾ നേരത്തെ കൊടുത്ത അതേപോലെ ഞാൻ പറഞ്ഞു, കണ്ടന്റ് ഏതായാലും നമ്മൾ ഈ രീതിക്കാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ചോദ്യ പേപ്പറിൽ എന്താണോ തന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതും കൂടി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് മനോഹരമായിട്ടുള്ള അതിൻ്റെ ഡേറ്റ്, സമയം, സ്ഥലം. അപ്പോൾ നമ്മൾ 10 മാർച്ച് 2025 സബേരെ 10 ബജെ GSS സ്കൂൾ സഭാഗ്രഹ, സ്കൂൾ എൻ്റെ ഓഡിറ്റോറിയം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. ഇനി സ്കൂൾ മൈതാൻ അങ്ങനെയും കൊടുക്കാം, സ്കൂൾ മൈതാനത്തിലാണ്, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് എല്ലാ പോസ്റ്ററിൻ്റെ താഴെയും സബ്കാ സ്വാഗതം എന്ന് പറഞ്ഞാൽ ഏവർക്കും സ്വാഗതം, അല്ലെങ്കിൽ നമ്മൾ ഓൾ ആർ വെൽക്കം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ പോസ്റ്ററിൻ്റെ അവിടെയും കൊടുക്കണം, നല്ല ആളുകൾ വരുള്ളൂ. ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ഏറ്റവും താഴെ ഫിൽമി ക്ലബ്ബ്, അത് ഏത് ക്ലബ്ബ് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ 2 പോസ്റ്റർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ മക്കളെ പോലെ ഇത് പഠിക്കുന്ന
പഠിക്കൊന്നും വേണ്ട. ആ ചോദ്യ പേപ്പറിലുള്ള ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മക്കൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. നാളത്തെ പരീക്ഷയിൽ നമുക്ക് ചോദ്യ പേപ്പറിൽ ഇതിലൊന്ന് നമ്മൾ കാണും. അപ്പോൾ സിമ്പിളായിട്ട് അനസാറിൻ്റെ മക്കൾ ഇത്തരത്തിൽ പോസ്റ്റർ വന്നാൽ ഇനി ഇതല്ല, ഇനി നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മറ്റേതെങ്കിലും ചോദിക്കുകയാണ്, പുറത്തുള്ള എന്തെങ്കിലും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലോ, ഈ രണ്ട് നമുക്ക് പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് അനസാർ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രാപ്തരാണെങ്കിൽ ഏത് പോസ്റ്റർ വന്നാലും അനസാറിൻ്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നാളത്തെ പരീക്ഷ എഴുതൂല. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗला वीडियो में अनसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.